to Chief Executive. Today we have to discuss about Chief Executive. So here we have to discuss about who is a Chief Executive, what is his role, which are the various types of Chief Executives, what are the powers and functions of Chief Executives. So let us discuss about Chief Executive. So by Chief Executive, we mean the person or body of persons at the head of the administrative system of a country. So, who is the Chief Executive? He is the head of the state. Is it? Chief Executive ആരാണ്? ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡിനെയാണ് നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവും ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റുമാരുള്ളതാണ്. ഓക്കെ, ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേറ്റിൽ സംബന്ധിച്ചുള്ള ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രസിഡൻ്റാണ്. ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്ററാണ്. സോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹെഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയാറുള്ളത്. So, the administrative hierarchy of a country resembles a pyramid. The chief executive is at the apex of the administrative pyramid. So, we know that in every state, the structure of the administrative system resembles a pyramid, or it looks like a cone. So, in that structure, chief executive plays at the apex of that pyramid. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണ തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭരണ നിർവഹണ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു കോൺ ഷേപ്പിൽ അല്ലെങ്കിൽ പിരമിഡ് ഷേപ്പിലാണ് അത് പൊതുവെ നിൽക്കുന്നത്. അപ്പോൾ ആ പിരമിഡ് ഷേപ്പിൽ ഞാനത് നമ്മളുടെ ഹൈറാർക്കി പഠിപ്പിച്ചപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ പിരമിഡ് ഷേപ്പിൽ നിൽക്കുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് അപ്പെക്സിലാണ് ആരുള്ളത്? ചീഫ് എക്സിക്യൂട്ടീവ്. സോ ഹീ ഈസ് ദ മെയിൻ ഓഫീസർ ഓഫ് ദാറ്റ്. ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ അതല്ലെങ്കിൽ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. So in a political system, the person or persons in whom the constitution vests the executive power of the government is the chief executive. സോ ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിലോ അവിടെ എങ്ങനെയായിരിക്കും? എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഇൻ ഹൂം ദ കോൺസ്റ്റിറ്റ്യൂഷൻ വേഴ്സ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ ഗവൺമെൻറ് ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ആരിലാണോ ഭരണഘടന ആ ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിനുള്ള അധികാരം നൽകിയിരിക്കുന്നത് ആ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളെ എന്നാണ് നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് ആരിലാണോ ഭരണനിർവഹണത്തിനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് ആ വ്യക്തിയാണ് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. And in public or private organization, the person who is at the top position with the major responsibility of carrying out the work of organization is the chief executive. ആൻഡ് ഇനി പബ്ലിക് ഓർ പ്രൈവറ്റ് ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനം എടുക്കുകയാണെങ്കിലും അവിടെ ആരായിരിക്കാം? ദ പേഴ്സൺ ഹു ഈസ് അറ്റ് ദ ടോപ്പ് പൊസിഷൻ വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്യാരിങ് ഔട്ട് ദ വർക്ക് ഓഫ് ഓർഗനൈസേഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ലക്ഷ്യം എന്താണോ നേടിയെടുക്കാൻ വേണ്ടി ആ ഫുൾ ഓർഗനൈസേഷനെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓർഗനൈസേഷനായാലും സ്റ്റേറ്റിലും ഏറ്റവും ടോപ്പ് ലെവൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൻ്റെ ടോപ്പ് ലെവൽ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മളെപ്പോഴും ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയാറുള്ളത്. And the role of chief executive. So we know that if it is a person who is at the top level, then no doubt he has so many role to പെർഫോം അല്ലേ. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പല തരത്തിലുള്ള റോൾ അദ്ദേഹത്തിന് വഹിക്കേണ്ടി വരും. അപ്പോൾ അതിനെ ചുരുക്കി നമുക്കൊന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ്ലി ഹി ഓക്കുപ്പൈസ് എ സെൻട്രൽ പൊസിഷൻ ഇൻ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം നമ്മളുടെ സ്റ്റേറ്റ് എടുക്കുകയാണ് പൊതുഭരണകാര്യത്തിൽ ഏറ്റവും ടോപ്പ് ലെവൽ സെൻട്രൽ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലേ, പൊതുഭരണത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റോൾ എന്തൊക്കെയായിരിക്കും? ഹി ഡിറ്റർമൈൻസ് ദ ഗോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഒരു സ്ഥാപനം എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും ശരി അതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ആൻഡ് പ്രിപ്പയർ പ്ലാൻസ്, ഈ ഗോൾ നേടിയെടുക്കാനുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ആൻഡ് ഡിറ്റർമൈൻസ് ദ ടാസ്ക്, നമ്മുടെ ടാസ്ക് എന്താണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഫിക്സസ് പ്രയോറിറ്റീസ്, നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യം നേടിയെടുക്കാനുണ്ട്. പക്ഷേ അതിനെ
പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിനെ പിന്നെ എന്താ പറയുക, നമ്മളുടെ എമർജൻസി ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നേടിയെടുക്കേണ്ടത് ഏതാണ് എന്ന രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എപ്പോഴും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. അതേപോലെ തന്നെ ടേക്സ് ക്രൂഷ്യൽ ഡിസിഷൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ദെൻ മൊബിലൈസസ് റിസോഴ്സസ്, നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള എന്തൊക്കെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യണോ അത്തരത്തിലുള്ള എല്ലാ റിസോഴ്സസും വേണ്ടുന്ന തരത്തിലുള്ള സ്റ്റേറ്റ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള റിസോഴ്സിനെ മൊബിലൈസ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. And recruit personnel, we know that as an organization he needs some support, he needs some staff. So here it is the role of the chief executive to appoint personnel എന്ന് വെച്ചാൽ ആരാണ്? നമ്മളുടെ സിവിൽ സർവൻസിനാണ് പേഴ്സണൽ എന്ന് പറയുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേറ്റിൻ്റെ ബ്യൂറോക്രാറ്റ്സാണ് ചീഫ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്, പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സിവിൽ സർവൻസിനും വേണം. അപ്പോൾ അത്തരത്തിലുള്ള പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ദെൻ കോർഡിനേറ്റ്സ് ദ വർക്ക് ഓഫ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ ഹിം. മറ്റൊരു അതിൻ്റെ ഫങ്ഷൻ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഒരുപാട് തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കീഴിലുണ്ട്. ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയും ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് മോട്ടിവേറ്റ്സ് ദ പേഴ്സണൽ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലെ പേഴ്സണൽസിൻ്റെ സിവിൽ സർവൻസിൻ്റെ എഫിഷ്യൻസിയാണ്. അതിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് രീതിയിലുള്ള ലീഡർഷിപ്പ് എപ്പോഴും നമ്മളുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. അതേപോലെ തന്നെ ഹി പ്രൊവൈഡ് ലീഡർഷിപ്പ് ആൻഡ് സൂപ്പർവൈസസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ഒരു ഓർഗനൈസേഷന് കൃത്യമായിട്ടും പ്ലാൻസ് ഉണ്ടാവും, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടി നല്ല നേതൃത്വവും അതിൻ്റെ സൂപ്പർവിഷനും ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. സോ ദീസ് ആർ ദ മെയിൻ റോൾ. നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതായത് പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത്. ഇനി ഒരുപാട് റോൾ പറയാനുണ്ട്. നമുക്ക് തുടക്കത്തിൽ ചുരുക്കി പറയാവുന്ന ചില റോൾ ഇതാണ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്ലി വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് വേരിയസ് ടൈപ്സ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്സ്. ഇനി നമുക്കറിയേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവ് എത്ര തരമുണ്ട്, ഏതൊക്കെ തരമുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇഫ് യു ലുക്ക് അറ്റ് വേരിയസ് സ്റ്റേറ്റ്സ് വി ക്യാൻ സീ ദാറ്റ് ഹെഡ് ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഇറ്റ് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓർ ചേഞ്ചസ് ഫ്രം കൺട്രി ടു കൺട്രി. ഓക്കെ, ആ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ പല സ്റ്റേറ്റിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവിനെ നമുക്ക് പലതരത്തിലായിട്ട് തിരിക്കാം. പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ ടൈപ്സ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്. സോ പാർലമെൻ്ററി ചീഫ് എക്സിക്യൂട്ടീവ് in countries like India and UK with the parliamentary system, chief executive consists of the prime minister and other ministers. So parliamentary executive ഏറ്റവും വലിയ ഉദാഹരണമാണ് UK, ഇന്ത്യ എന്നുള്ളത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം കടമെടുത്തേക്കുന്നത്. സോ ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും നമുക്ക് കാണാവുന്ന രീതിയാണ് പാർലമെൻ്ററി സിസ്റ്റം. ഇവിടെ എന്താണ് പ്രത്യേകത? ഹിയർ ശരിക്കും ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ആരാണ്? ദി കൺസിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റും അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് നമ്മളിവിടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയാറുള്ളത്. ആൻഡ് ഹിയർ പ്രൈം മിനിസ്റ്റർ ഹെഡ്സ് ദ ക്യാബിനറ്റ് ഇൻ ദീസ് കൺട്രീസ്. ഇവിടെ ആരായിരിക്കും എൻ്റെ തലപ്പത്തുണ്ടാവുക? ഒരു ക്യാബിനറ്റ് ഉണ്ടാവും, ഒരു കൗൺസിൽ മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. അതിനെ തലപ്പത്ത് നിയന്ത്രിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. സോ ഹീ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. പ്രൈം മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്ററും മന്ത്രിമാരും അടങ്ങുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ് നമ്മളിവിടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയാറുള്ളത്. So there is a close, continuous and intimate executive-legislative relationship as the cabinet is accountable to parliament in the parliamentary system. So parliamentary system പ്രത്യേകത എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്, കണ്ടിന്യൂസ് ആൻഡ് ഇൻറ്റിമേറ്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ്. കാരണം നമുക്കറിയാം പാർലമെൻ്ററി സിസ്റ്റത്തിലെന്ന് പറയുമ്പോഴേക്കും അവിടെ നമ്മുടെ ലോ മേക്കിംഗ് ബോഡിയായ ലെജിസ്ലേച്ചറിൽ നിന്നാണ് എക്സിക്യൂട്ടീവ് ബോഡി ഫോം ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടത്തും. ആ ലോക്സഭയിലെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പാർട്ടി, സീറ്റ് നേടുന്ന പാർട്ടിക്ക് അവർ ലീഡർഷിപ്പ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവാദം കൊടുക്കും. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടുള്ള വ്യക്തിയെ അവർ പ്രൈം മിനിസ്റ്ററായിട്ട് എലക്ട് ചെയ്യും. തീരുമാനിക്കും. പ്രൈം മിനിസ്റ്ററാണ് പിന്നീട്
കൂട്ടത്തിലുള്ള കുറച്ച് പേരെ മന്ത്രിസ്ഥാനത്തേക്ക് പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ കുറച്ച് പേർക്ക് മാത്രം ക്യാബിനറ്റ് പദവി കൊടുക്കും. ആ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിയോട് ചേരുന്ന ബോഡിയാണ് നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ക്യാബിനറ്റാണ് ഇവിടുത്തെ ചീഫ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിവിടെ നിന്ന് ഫോം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലോ മേക്കിംഗ് ബോഡിയായ ലെജിസ്ലേച്ചറിൽ നിന്നാണ് എക്സിക്യൂട്ടീവ് ഫോം ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലെജിസ്ലേറ്റീവ് ബോഡി അല്ലെങ്കിൽ ലോക്സഭയിൽ ഇവർക്ക് എത്രത്തോളം സപ്പോർട്ടുണ്ടോ അത്രത്തോളം കാലം മാത്രമേ എക്സിക്യൂട്ടീവ് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ലോ മേക്കിംഗ് ബോഡിയിൽ നിന്നാണ് എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് റിലേഷൻ വളരെ വളരെ തിക്കായിട്ടുള്ള റിലേഷനാണ്. കാരണം എക്സിക്യൂട്ടീവിന് അവിടെ ഭരിക്കണമെങ്കിൽ അവിടെ ലെജിസ്ലേച്ചറിൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷം ലെജിസ്ലേച്ചർ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം എക്സിക്യൂട്ടീവ് നിന്ന് താഴെ വീഴും. അപ്പോൾ അതാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൻ്റെ പ്രത്യേകത. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ വളരെ തിക്കായിട്ടുള്ള ബന്ധമുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മാത്രമല്ല, ക്യാബിനറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു പാർലമെൻറ്റ് ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം. ക്യാബിനറ്റ് എപ്പോഴും, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് എപ്പോഴും പാർലമെൻറ്റിനോട് കൂറുള്ളവയായിരിക്കും, അല്ലെങ്കിൽ ആൻസറബിളാണ്. എല്ലാത്തിനും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും അവർ പാർലമെൻറ്റ് ഉത്തരം പറഞ്ഞേ പറ്റും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ബോഡിയാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. Then when come to the presidential system, in the presidential system like the USA, the chief executive is the president. So we know that chief executive, ഒരു presidential system chief executive എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രസിഡന്റ് തന്നെയാണ്. സോ അവിടെ in such a system president is neither a member of the parliament nor accountable to it. അവിടുത്തെ പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞ പാർലമെൻ്ററി സിസ്റ്റം പോലെ അല്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രസിഡന്റ് ഒരു തരത്തിലും നമ്മളുടെ പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ അല്ല. കാരണം പ്രസിഡൻറ്റിനെ ഡയറക്റ്റ്ലി ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, പാർലമെൻറ്റിനെ വേറെ ഇലക്ഷനിലൂടെ എടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പ്രസിഡൻറ്റ് പാർലമെൻറ്റിനോട് അക്കൗണ്ടബിൾ അല്ല എന്ന് മാത്രമല്ല. അപ്പോൾ എക്സാമ്പിളാണ് USA പ്രസിഡൻറ്റ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ദ പ്രസിഡന്റ് ഓഫ് USA ക്യാൻ ബി ഇംപീച്ച്ഡ് ആൻഡ് റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ലെജിസ്ലേച്ചർ, ദാറ്റ് ഈസ് ദ US കോൺഗ്രസ് ബൈ 2/3 മെജോറിറ്റി. സോ ഹിയർ പ്രസിഡൻറ്റ് ഒരു തരത്തിലും ഇവരുടെ ആൻസറബിൾ അല്ല. പ്രസിഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് ഫങ്ഷൻ ചെയ്യാം, പക്ഷേ പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ പോലെ സഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത പക്ഷം പ്രസിഡൻറ്റ് രാജിവെക്കുന്ന രീതിയൊന്നും അവിടെ ഇല്ല. അവിടെ പ്രസിഡൻറ്റിനെ പുറത്താക്കാനാകെ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ഇംപീച്ച്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് മിസ്ബിഹേവിയറിനോ മാൽ പ്രാക്ടീസിനോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ, ദൂഷ്യത്തിൻ്റെ പേരിൽ മാത്രമേ നമുക്ക് പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റൂ. അതും US കോൺഗ്രസ്സിൽ 2/3 മെജോറിറ്റിയുടെ കൂടെ മാത്രമേ അവിടെ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റൂ. അപ്പോൾ അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒറ്റ കാരണം കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെച്ച് പോകുന്ന രീതി പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലില്ല. So in the USA, for instance, because of the system of checks and balance, Congress, the president and the judiciary have become separate entities independent of each other. അപ്പോൾ US മറ്റൊരു പ്രത്യേകത ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചെക്സ് ആൻഡ് ബാലൻസ് വരുമ്പോഴത്തേക്കും ഓരോ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും സെപ്പറേറ്റ് വാട്ടർ ടൈപ്പ് കമ്പാർട്ട്മെൻറ്റ്സ് പോലെ വളരെ കൃത്യമായിട്ട് വേർതിരിക്കപ്പെട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയങ്ങളിൽ അവർ ചെക്ക് ചെയ്യാനും അത് ബാലൻസ് കീപ്പ് ചെയ്യാനുമുള്ളൊരു അവസരം അവിടെയുണ്ട്. എന്നാലും അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന രീതിയാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ. സോ എക്സിക്യൂട്ടീവ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ലെജിസ്ലേച്ചർ. അതാണ് അവിടെ പറയുന്ന പ്രത്യേകത. പാർലമെൻ്ററി സിസ്റ്റത്തിലാണെങ്കിലോ എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ ലെജിസ്ലേച്ചർ എന്ന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് ഈസ് അക്കൗണ്ടബിൾ ടു ലെജിസ്ലേച്ചർ. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. സെക്കൻഡ് വൺ ഇസ് ദ ടിറ്റുലർ ആൻഡ് റിയൽ ചീഫ് എക്സിക്യൂട്ടീവ്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ടിറ്റുലർ ആൻഡ് റിയൽ ചീഫ് എക്സിക്യൂട്ടീവ്. ടിറ്റുലർ എന്ന് പറഞ്ഞാൽ ബൈ ടൈറ്റിൽ, അതായത് നാമമാത്രമായിട്ടുള്ളതും യഥാർത്ഥത്തിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേർതിരിപ്പിക്കാൻ പറ്റും. സോ ഹൂ ഇസ് ദ ടിറ്റുലർ എക്സിക്യൂട്ടീവ്? In parliament form of government, all the executive power is vested in the titular or constitutional head in theory, and all the decisions are supposed to be taken in his name. അപ്പോൾ ടിറ്റുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും നമ്മൾ പറയാം എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസിഡൻ്റാണ്. സോ ഹീസ് ദ ആക്ച്വലി വി നോ ദാറ്റ് ഹീസ് എ ടിറ്റുലർ ഹെഡ്, അല്ലേ? പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെന്ന് പറഞ്ഞാൽ നാമമാത്രമാണ്. പേരിന് ലീഗലി നോക്കുമ്പോൾ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഉള്ളത്. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഫൈനൽ സൈനിങ് അതോറിറ്റി. പക്ഷേ ഇദ്ദേഹത്തിന് ഈ അധികാരമെല്ലാം
ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന എപ്പോൾ മാത്രമാണ് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപദേശിക്കുമ്പോൾ മാത്രം അതിനെ നടപ്പിലാക്കുന്ന ഡ്യൂട്ടി മാത്രമേ ആക്ച്വലി നമ്മളുടെ ടിറ്റുലാർ ഹെഡിനുള്ളൂ, പ്രസിഡൻറ്റിനുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവർ ടിറ്റുലാർ ഹെഡ് എന്ന് പറയുന്നത്. നാമമാത്രമായ അധികാരത്തിലുള്ള പദവിയിൽ മാത്രം അധികാരമുള്ള വ്യക്തിയാണ് ഈ ടിറ്റുലാർ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും. സോ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും it means that the head, whether it is the king or the president, can exercise his power only on the advice of the ministers and not independently. സ്വതന്ത്രമായിട്ട് യാതൊരു തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പറ്റില്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ അവർക്ക് വഴിയുള്ളൂ. So thus though the constitution vests the powers of the president of the king, in practice these are not his real powers and they cannot be exercised by him without the consent of ministers. So ഭരണഘടനാപരമായി നോക്കുമ്പോൾ എല്ലാ അധികാരങ്ങളും പ്രസിഡൻറ്റിലാണ്, ചീഫ് എക്സിക്യൂട്ടീവിലാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പ്രസിഡൻ്റാണ്, യു കെയിലാണെങ്കിൽ രാജാവോ രാജ്ഞിക്കോ ആണ് അധികാരം മൊത്തം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ അവർക്ക് മിനിസ്റ്റേഴ്സിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ചെയ്യാൻ യാതൊരു അധികാരവുമില്ല. സോ ഇൻ ഇംഗ്ലണ്ട് ദ ക്യൂൻ ആൻഡ് ഇൻ ഇന്ത്യ ദ പ്രസിഡൻ്റ് ആർ ടിറ്റുലാർസ് ആർ ചീഫ്സ്. സോ ഇന്ത്യയിലെ പ്രസിഡൻറ്റും ഇംഗ്ലണ്ടിലെ ക്യൂനുമാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കം ദ റിയൽ എക്സിക്യൂട്ടീവ്. അങ്ങനെയാണെങ്കിൽ ഇവർ ടിറ്റുലർ ആണെങ്കിൽ പിന്നെ ആരാണ് റിയൽ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇൻ പാർലമെൻറ്റ് സിസ്റ്റത്തിൽ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ ദ ക്യാബിനറ്റ് ടു വിച്ച് ദ ലീഗൽ പവേഴ്സ് ഓഫ് ടിറ്റുലർ എക്സിക്യൂട്ടീവ് പാസ്. ടിറ്റുലർ എക്സിക്യൂട്ടീവിന് നിയമപരമായിട്ടുള്ള എല്ലാ അധികാരമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ അധികാരം മൊത്തം കൈമാറുന്ന ആരിലേക്കാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ക്യാബിനറ്റിനുമാണ്. സോ അവരാണ് യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്ന റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ലീഗലി ഹി ഡസ് നോട്ട് ഹാവ് എനി പവർ. ഇപ്പോൾ നിയമപരമായി നോക്കുമ്പോൾ നമ്മുടെ റിയൽ എക്സിക്യൂട്ടീവ്സിന് യാതൊരു അധികാരവുമില്ല. പ്രൈം മിനിസ്റ്ററിനും പിന്നെ അവർ പറയുന്ന പ്രൈം മിനിസ്റ്ററും കൗൺസിൽ മിനിസ്റ്റേഴ്സും പ്രസിഡൻറ്റിനെ ഉപദേശിക്കാനും അസിസ്റ്റ് ചെയ്യാനും മാത്രമാണെന്നാണ് നമ്മുടെ ഭരണഘടനാപരമായി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രസിഡൻറ്റിൻ്റെ അധികാരം നാമമാത്രമായും അത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ മിനിസ്റ്റേഴ്സാണ്. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ ഇതെല്ലാം പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ്. In England and in India, the real executive is the cabinet headed by prime minister. So ആരാണ് റിയൽ എക്സിക്യൂട്ടീവ്? ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും the cabinet headed by prime minister. പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റും അടങ്ങുന്ന വിഭാഗത്തിനെയാണ് നമ്മൾ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇൻ കൺട്രീസ് ലൈക്ക് USA, the president is the real executive. The chief executive ആയിട്ടുള്ള പ്രസിഡന്റ് തന്നെയാണ് യഥാർത്ഥത്തിലും. അമേരിക്കയിൽ അവിടെ ടിറ്റുലർ ഹെഡ് ഇല്ല, റിയൽ ഹെഡ് മാത്രമേ ഉള്ളൂ. ആസ് ദ പവേഴ്സ് റീഗലി വെസ്റ്റഡ് ഇൻ ഹിം ആർ ആൾസോ എക്സസ്ഡ് ബൈ ഹിം ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, മറ്റൊരു കൈമാറുന്നത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും റിയൽ എക്സിക്യൂട്ടീവിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് സിംഗിൾ ആൻഡ് പ്ലൂറൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എന്താണ് സിംഗിൾ ആൻഡ് പ്ലൂറൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം. സിംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ദ കൺട്രീസ് വെയർ പാർലമെൻറ്റ് സിസ്റ്റം ഓഫ് ദ ഗവൺമെൻറ് പ്രിവെയിൽസ് ദ റിയൽ ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് ദ ക്യാബിനറ്റ് വിച്ച് ഇസ് എ പ്ലൂറൽ ബോഡി. സോ ദ ബോഡി കംപ്രൈസസ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. പാർലമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് ശരിക്കും ആരാണ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റും പ്രൈം മിനിസ്റ്ററും അടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് ശരിക്കും അധികാരം കൊടുത്തിട്ടില്ല. അപ്പം പറയുമ്പോൾ പ്രസിഡൻറ്റ് സിംഗിൾ ഹെഡാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്ററും നമ്മുടെ മിനിസ്റ്റേഴ്സും ഒരു പ്ലൂറൽ ബോഡിയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യയിൽ വേണമെങ്കിൽ നമ്മളുടെ പ്ലൂറൽ എക്സിക്യൂട്ടീവ് ആണെന്ന് പറയാൻ പറ്റും. Unlike this, the chief executive and president system of government of USA is a single individual, the president. പക്ഷേ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ USA നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ വ്യക്തിയാണ്. എല്ലാ അധികാരവും യഥാർത്ഥത്തിലും അദ്ദേഹത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അതൊരു സിംഗിൾ ബോഡിയായിട്ട് പറയാൻ പറ്റും. So though the functions under the system of the separation of power and checks and balance, he takes his decisions in an independent manner. അവിടെ ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്, സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ശരിക്കും അധികാരി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പവർ കൈകാര്യം ചെയ്തൊരു അധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. സോ ഇത് സിംഗിൾ എക്സിക്യൂട്ടീവ്. പക്ഷേ പ്ലൂറൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു തരത്തിൽ ഇന്ത്യയിലെ റിയൽ എക്സിക്യൂട്ടീവ് പ്ലൂറൽ എക്സിക്യൂട്ടീവ് പറയാം, അല്ലാതെയും പ്ലൂറൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ദ കൊളീജിയൽ എക്സിക്യൂട്ടീവ് ഓഫ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ
കൊളീജിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയും. അത് ശരിക്കും പ്ലൂറൽ ബോഡിയാണ്. പ്ലൂറലും രണ്ടുകൂടി ചേർത്ത് പറയുന്നതെന്ന് ഇവിടെ പറയുന്നെങ്കിലും അതൊരു പ്ലൂറൽ ബോഡി തന്നെയാണ്. അതായത് ദ സ്വിസ് എക്സിക്യൂട്ടീവ് ബിലോങ്സ് ടു നൈദർ ഓഫ് ടു ടൈപ്പ്, ദാറ്റ് ഈസ് പ്ലൂറൽ ഓർ സിംഗുലർ. ഇറ്റ് ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ടൈപ്സ്. ഇവിടെ പറഞ്ഞത് രണ്ടുമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ ചായവുള്ളത് പ്ലൂറൽ എക്സിക്യൂട്ടീവിനോടാണ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് സ്വിറ്റ്സർലൻഡിലെ ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് അത് ഒരു സിംഗുലറും അല്ല പ്ലൂറലും അല്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഹാസ് എ ഫീച്ചർ ഓഫ് ബോത്ത്, രണ്ടിൻ്റെയും കൂടി ഒരു ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല. ദിസ് ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടീവ് ഇസ് കാൾഡ് കൊളീജിയൽ എക്സിക്യൂട്ടീവ്. ഇതിനെ പറഞ്ഞ പേരാണ് കൊളീജിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. So just like the parliamentary type, the Swiss executive is a plural body consisting of 7 members. നമ്മുടെ പാർലമെൻറ്റ് ടൈപ്പ് പോലെ 6 എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, സ്വിസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു 7 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബോഡിയാണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ട്രൂലി കൊളീഗൽ. അത് ട്രൂലി കൊളീഗലാണ്. കാരണം എന്ന് വെച്ചാൽ in it there is nobody like the prime minister holding a position of primacy. കൂട്ടത്തിൽ ഒരാൾ ഏറ്റവും വലുത് എന്നൊന്നും അവിടെ ഇല്ല. 7 പേരും തുല്യമായ പദവിയാണ് കൈകാര്യം ചെയ്യുന്നത്. And all its members are equal in rank and are responsible to the legislature. ഈ 7 പേരും തുല്യമായ പദവി കൈകാര്യം ചെയ്യുന്ന തുല്യമായി തന്നെ റെസ്പോൺസിബിളുമാണ്. Unlike the members of the cabinet and like the US President, Swiss executive is elected for a fixed term and is irremovable during the period. ഇവരെ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, കൃത്യമായ ഒരു ഫിക്സഡ് ടൈമിലേക്കാണ് എലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തിന് മുമ്പായിട്ട് ഇവരെ പിരിച്ചുവിടില്ല. കൂട്ടത്തിൽ ഒരാൾ അമംഗ് ദ ഈക്വൽ ഓരോ തവണയും ഹെഡായിട്ട് വർക്ക് ചെയ്യും. ഇവർ മാറി മാറി ആരെങ്കിലും ഒക്കെ ഒരു ഹെഡായിട്ട്, പക്ഷേ അയാൾക്ക് പ്രത്യേക പദവിയൊന്നുമില്ല, തുല്യമായ പദവിയാണ് 7 പേർക്കും ഉള്ളത്. ഹെഡായിട്ട് ഒരാൾ ഓരോ വർഷവും മാറി മാറി കയറി വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ അദ്ദേഹത്തിന് ഇവരിൽ ഒരാളിൽ നിന്നും കൂടുതലായിട്ട് ഒരു അധികാരവുമില്ല. അപ്പോൾ ഒരു കൊളീജിയൽ ബോഡിയാണ് സ്വിറ്റ്സർലൻഡ് ബോഡി. അതുകൊണ്ടാണ് സ്വിസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പ്രത്യേക എക്സിക്യൂട്ടീവായിട്ട് പറഞ്ഞു. സോ ഇതൊക്കെയാണ് വ്യത്യസ്ത തരങ്ങളിലോട്ടുള്ള എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3-4 എക്സിക്യൂട്ടീവ്സിനെ രീതി പഠിച്ചു. 1 പാർലമെൻ്ററി ആൻഡ് പ്രസിഡൻഷ്യൽ, 2 ടിറ്റുലർ ആൻഡ് റിയൽ, 3 സിംഗുലർ ആൻഡ് പ്ലൂറൽ, 4 കൊളീജിയറ്റ് എക്സിക്യൂട്ടീവ്. Then here we have to discuss about the functions of the chief executive. ഇനി നമുക്കറിയേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഫങ്ഷൻസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കതിനെ വളരെ കുറച്ച് ഹെഡിങ്സിലായിട്ട് എളുപ്പത്തിൽ പറയാം. അത് ഫസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്. അത് ചീഫ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണ്. ഇൻ ദിസ് ഏജ് ഓഫ് ഡെമോക്രസി ദീസ് ഫങ്ഷൻസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ഹിസ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഹാവ് ബിക്കം ഇമ്മൻസ്ലി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ഇൻ ദിസ് ഇറ ഓഫ് ഡെമോക്രസി. സോ ഇൻ ഡെമോക്രസി ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെയേറെ അധികാരങ്ങളുള്ള ഒരു വ്യക്തി, പൊളിറ്റിക്കൽ അധികാരങ്ങളുള്ള, പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഉള്ള, ഇത് അധികാരം മാത്രമല്ല പറയുന്നത് ഫങ്ഷൻസ്, ചുമതലകളുള്ള ഒരു വ്യക്തിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ദിസ് മേക്സ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ടു പെർഫോം ഹിസ് ഫങ്ഷൻസ് ബൈ കീപ്പിംഗ് ഇൻ വ്യൂ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുമ്പോഴും പൊതു താല്പര്യത്തിനനുസരിച്ചും പൊതു വികാരത്തിനനുസരിച്ചും മാത്രമേ, പൊതു അഭിപ്രായം മാനിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഫങ്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ജനങ്ങളുടെ താല്പര്യത്തിനും പൊതു താല്പര്യത്തിനും പൊതു അഭിപ്രായത്തിനും മാനിച്ചായിരിക്കണം ഏത് തീരുമാനമെടുക്കേണ്ടത്. He has to provide leadership to the nation, particularly in times of crisis and even internal and external emergency. അതേപോലെ തന്നെ അദ്ദേഹം രാജ്യത്തിനെ ലീഡ് ചെയ്യുക, അദ്ദേഹത്തിന് മാത്രം പർട്ടിക്കുലർലി ഇൻ ദ ക്രൈസിസ് ടൈം, ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ രാജ്യത്തിന് യുദ്ധമോ മറ്റു തരത്തിലുള്ള എമർജൻസിയോ വരുന്ന സമയത്ത് ഇൻറ്റേർണലിയോ ഒരു എക്സ്റ്റേണലിയോ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അപകടം വരുന്ന സമയത്ത് ആ സ്റ്റേറ്റിനെ പ്രോപ്പർലി ലീഡ് ചെയ്യുക എന്ന് മാത്രമല്ല, അദ്ദേഹം എമർജൻസി ടൈമിൽ അതിൻ്റെ റോൾ വളരെ വലുതാണ്, നമ്മൾ ഇന്ത്യയിൽ കണ്ടുള്ളതാണത് അല്ലേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് ടു അഡ്ജസ്റ്റ്, റീകൗൺസിൽ ആൻഡ് റിക്കൺസീൽ ആൻഡ് അക്കോമഡേറ്റ് ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ വിഷസ് ഓഫ് പീപ്പിൾ. അപ്പോൾ എത്ര തരത്തിലുള്ള അധികാര റെസ്പോൺസിബിൾ കൈകാര്യം ചെയ്യുമ്പോഴും പക്ഷേ അദ്ദേഹം ഒന്ന് ഓർക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പോളിസീസ്, എന്ത് തീരുമാനങ്ങളായാലും അത് ആ സ്റ്റേറ്റിൻ്റെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിനും കൂടി അദ്ദേഹം മാറ്റിയെടുത്ത് ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലായിരിക്കണം ഭരണം നിർവഹിക്കേണ്ടത്. ഇതാണ് പൊളിറ്റിക്കൽ ഫങ്ഷൻ, രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് ചുമതലകളെന്ന് പറയുന്നത്. ഇനിയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ്.
അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് നമുക്ക് ചുരുക്കി പറയാം. അത് നമ്മൾ മാനേജറിയൽ ഫങ്ഷനിൽ പറയുന്നുള്ള ദ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് എ ചീഫ് എക്സിക്യൂട്ടീവ് ക്യാൻ ബി സംഡ് അപ്പ് ആൻ എ പോസ്റ്റ് കോർപ്പ് വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ലൂതർഗിലേക്ക് പോസ്റ്റ് കോർപ്പ് വ്യൂവിൽ പറയുന്ന പോലെ ആ പോസ്റ്റ് കോർപ്പ് വ്യൂവിലൂടെ നമുക്ക് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് പറയാൻ പറ്റും. പോസ്റ്റ് കോർപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇതൊക്കെയാണ് പോസ്റ്റ് കോർപ്പ് വ്യൂ പ്രകാരം ഒരു മാനേജറിൻ്റെ ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുമ്പോഴത്തേക്കും പ്ലാനിങ് ഇത് ഓരോന്നും എന്താണെന്ന് വിശദീകരിക്കുക. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഫുള്ളി ഒന്നും പഠിച്ചെഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. പക്ഷേ ഇത് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിന് വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്കിനി പറയാം. ഒന്ന്, ഫോർമുലേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിൽ വരുന്ന ഒന്നാണ് ഫോർമുലേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി. ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണ നയം രൂപീകരണം. ഓക്കെ, ഏത് തരത്തിലായിരിക്കണം ഭരിക്കേണ്ടെന്ന കൃത്യമായ നയം അദ്ദേഹത്തിൻ്റെ രൂപീകരിക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. He formulates specific policies and plans which can enable the administrative officers to perform their duties in a proper manner, because as an executive it is his duty to attain goal. അല്ലേ, ഒരു എക്സിക്യൂട്ടീവ് രീതിയിൽ സ്റ്റേറ്റ് ആണ് ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേടിയെടുക്കലാണ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആൻഡ് പോളിസീസ് എല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കുകയും അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിനെ അതിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ അവർ പെർഫോമൻസിലൂടെ കൃത്യമായിട്ട് ഡ്യൂട്ടീസിലൂടെ പെർഫോമൻസിലൂടെ നേടിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എക്സിക്യൂട്ടീവിനുള്ളത്. Then the ability and the personality of the chief executive brings efficiency in administration. നമുക്കറിയാം, ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഒരു പരിധി വരെ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലെ അതിൻ്റെ എഫിഷ്യൻസി, ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട റോള് തന്നെയാണ് ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ എഫിഷ്യൻസിയും ലീഡർഷിപ്പും ഒക്കെ അതിന് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ ഡിറ്റർമൈൻസ് ദ ജനറൽ പോളിസി ഇൻ ജനറൽ ടേംസ്. ഇറ്റ് ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ദാറ്റ് ഗീവ്സ് ഇറ്റ് ഡ്യൂ ഷേപ്പ് ആൻഡ് ഫിൽസ് ഇറ്റ് വിത്ത് ഓൾ ഡീറ്റെയിൽസ്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിയമത്തിൻ്റെ സ്കെൽറ്റൻ രൂപത്തിൽ അത് രൂപീകരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. നടപ്പിലാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഫ്ലഷ് ആൻഡ് ബ്ലഡ് കൊടുത്ത് അതിനെ പ്രോപ്പർ വേയിൽ ഒരു പോളിസിയൊക്കെ മാറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിന് അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ഫോർമുലേഷൻ ഓഫ് സ്പെസിഫിക് പോളിസി. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ് കൺട്രോൾ ഓഫ് ദ ഫിനാൻസസ്. Fiscal control and management also forms a part of the administrative functions of chief executive, and chief executive prepares the budget. So fiscal control എന്താണ്, ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട നട്ടെന്ന് പറഞ്ഞാൽ എക്കോണമിയാണ്. ആ എക്കോണമി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ ചീഫ് എക്സിക്യൂട്ടീവാണ്. അതിൻ്റെ നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കോണമിയുടെ പ്രധാനപ്പെട്ട നട്ടെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ്. സോ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആക്ച്വലി ചീഫ് എക്സിക്യൂട്ടീവാണ്. He gets the budget approved by the legislature and then implements it through the administrative policies and actions. So ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പക്ഷേ മിനിസ്റ്റർക്ക്, ഫിനാൻസ് മിനിസ്റ്റർക്ക് കൊടുക്കുമെങ്കിലും അതിനെ നിയമസഭയിൽ അത് പാസ്സാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തം ചീഫ് എക്സിക്യൂട്ടീവ്. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയാണ്, അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ പോളിസിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ ലെജിസ്ലേച്ചറിന് അപ്രൂവൽ വാങ്ങിയെടുക്കുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ആക്ഷനിൽ കൊണ്ടുവരികയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. So it is his responsibility to secure the realization of budgetary targets. എന്ന് മാത്രമല്ല, ബഡ്ജറ്റിൽ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ടാർഗറ്റ്സും അച്ചീവ് ചെയ്യുക എന്നതും ആ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉയർത്തുക എന്നതും ഒക്കെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ അഡ്മിനിസ്ട്രേഷൻ. എന്താണ്, ഒരു സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ ദ എൻറ്റയർ അഡ്മിനിസ്ട്രേഷൻ.
The purpose of supervision and control is to ensure that every personnel in the whole administrative organization does his work efficiently and according to the plans and policies issued by him or in his name. He monitors the implementation of the policies and initiates steps to plug the loopholes and errors. So here, the purpose of supervision and control is to ensure that every person in the whole organization does his work efficiently. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ കൃത്യമായ ലക്ഷ്യമുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേഴ്സണൽസ് കൃത്യമായിട്ടും ഈ ലക്ഷ്യം നേടിയെടുക്കാൻ തക്ക രീതിയിൽ പ്രാപ്തരായ രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും അവരുടെ അതിലൂടെ പ്ലാൻസ് ആൻഡ് പോളിസീസും എല്ലാം തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുവേണ്ടി സൂപ്പർവിഷൻ കൊടുക്കുകയും ലീഡർഷിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്തമാണ്. ഹി മോണിറ്റേഴ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇനിഷ്യേറ്റ് സ്റ്റെപ്സ് ടു പ്ലഗ് ദ ലൂപ്പ് ഹോൾസ്. അതിനൊപ്പം തന്നെ നമ്മുടെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് നോക്കി നടക്കുകയും അതേപോലെ തന്നെ അതിലെന്തെങ്കിലും എറേഴ്സോ ലൂപ്പ് ഹോൾസോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അല്ലെങ്കിൽ അതിനൊക്കെ തുടക്കത്തിൽ തന്നെ അതിനെ പരിമിതി നികത്തിക്കൊണ്ട് അതിനെ പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിനുണ്ട്. He enforces discipline among the staff and gets the work done through effective supervision control. So ആ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ എഫക്റ്റീവ് സൂപ്പർവിഷൻ കൺട്രോളിലൂടെയാണ് അദ്ദേഹം നമ്മുടെ സ്റ്റാഫിൻ്റെ പൊതുവെ പെരുമാറ്റ രീതിയൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാത്ത രീതിയിൽ അവരെ പ്രാപ്തരാക്കുന്നതിന് പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് കൊടുക്കുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. അടുത്തത് പബ്ലിക് റിലേഷൻസ്. അടുത്തതിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഒന്നാണ് പബ്ലിക് റിലേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ടു പീപ്പിൾ. നമുക്കറിയാം അല്ലേ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ജനങ്ങളോട് കൂറുള്ളതാണ്, അവരോട് കടപ്പെട്ടതാണ്. So as such, it has to keep people well informed about its policies and programs and remove the misunderstandings if any. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോടുള്ള ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് പോളിസീസിനെ കുറിച്ചും പ്രോഗ്രാംസിനെ കുറിച്ചുമുള്ള എല്ലാ കൃത്യമായ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിനുണ്ട്. എന്ന് മാത്രമല്ല, അതെന്തെങ്കിലും തെറ്റിദ്ധാരണയുള്ളത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് തന്നെയുണ്ട്. For this reason, Chief Executive function as the spokesperson of the administration by enunciating all the public policies and keeping the public informed about all important and major administrative decisions. So അതുകൊണ്ട് തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഗവൺമെൻറ് ചീഫ് സ്പോക്സ് പേഴ്സൺ കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന എന്ത് പോളിസീസും പ്രോഗ്രാംസും ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ രീതിയിൽ അവരെ കൃത്യമായിട്ട് ധരിപ്പിച്ചെടുക്കേണ്ടത് ഉത്തരവാദിത്തം നമ്മളുടെ ചീഫ് എക്സിക്യൂട്ടീവ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളയുടെ കാര്യത്തിൽ കാണുന്നതാണ് അല്ലേ. ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു, പ്രതിപക്ഷവും മറ്റു ജനങ്ങളുമായി എതിർക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന സംവാദമാണ് എന്താണ് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന ജനങ്ങളെ അറിയിക്കുക, വെൽ ഇൻഫോം ചെയ്യുക എന്നതിലൂടെ. അപ്പോൾ ഇതൊരു തരത്തിലുള്ള നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. കാരണം അവരെന്ത് ചെയ്താലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. Then he maintains relation with the press, various interest groups, voters and legislators. അപ്പോൾ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിലെ പ്രസ്സുമായിട്ടും വേരിയസ് പലതരത്തിലുള്ള താല്പര്യ ഗ്രൂപ്പുകളുമായിട്ടും ജനങ്ങളുമായിട്ടും നിയമസഭയുമായിട്ടും ഒക്കെ തന്നെ വളരെയേറെ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആണ് എപ്പോഴും മുന്നോട്ട് പോകേണ്ടത് ഒരു ചീഫ് എക്സിക്യൂട്ടീവ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഹാസ് ടു കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ആക്റ്റീവ്, എഫിഷ്യൻറ്റ് ആൻഡ് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കീഴിൽ. സ്വാഭാവികമായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ബന്ധിപ്പിക്കുകയും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു എഫിഷ്യൻറ്റ് ആൻഡ് ഹെൽത്തി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ചീഫ് എക്സിക്യൂട്ടീവിനുണ്ട്. For a successful working of every organization, it is important that information should flow smoothly from him to the subordinates. നമ്മൾ ഹയറാർക്കിയിലൊക്കെ പറഞ്ഞാണ് അല്ലേ, കൃത്യമായിട്ടും ഒരു ഓർഗനൈസേഷൻ വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ടോപ്പ് ലെവൽ ഇതോസിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇൻഫോർമേഷൻ സ്മൂത്തായിട്ട് താഴെ വരെ എത്തിയിരിക്കണം എന്നുള്ളത്. He must also receive all feedback from information from his staff.
അപ്പോൾ മുകളിൽ താഴോട്ട് ഓർഡേഴ്സ് കൊടുക്കുക മാത്രമല്ല, താഴെ നിന്ന് മുകളിലോട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി, ഒരു ഫീഡ്ബാക്കും കൂടി എടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്? ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വൺ സൈഡ് അല്ല, ടു സൈഡ്, ടോപ്പ് ടു ബോട്ടം ആൻഡ് ബോട്ടം ടു ടോപ്പ്, ആ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഫ്രം ആൻഡ് ടു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പർ ഫങ്ഷൻ നടക്കുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ വലിയ റോളുണ്ട്. അവിടെ അത് കൈകാര്യം ചെയ്യേണ്ട ആൾ ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. അടുത്തത് ഇഷ്യൂയിങ് ഡയറക്ഷൻസ്, പ്രൊക്ലമേഷൻസ് ആൻഡ് ഓർഡേഴ്സ്. മറ്റൊരു ഉത്തരവാദിത്തമാണ്. ഫോർ ദ ക്യാരിങ് ഔട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഇഷ്യൂസ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ടു ദ പേഴ്സണൽ ആൻഡ് ദി യൂണിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. നല്ല രീതിയിൽ ഭരണനിർവഹണം നടത്തണമെങ്കിൽ അവിടെ ചീഫ് എക്സിക്യൂട്ടീവ് കൃത്യമായ ഓർഡേഴ്സും ഡയറക്ഷൻസും ഒക്കെ തന്നെ അവിടുത്തെ സിവിൽ സർവൻസിനും ഉദ്യോഗസ്ഥർക്കും അതുപോലെ യൂണിറ്റ്സിനും ഒക്കെ ഓർഗനൈസേഷനിലെ പല തലങ്ങളിലേക്കും കൃത്യമായിട്ടുള്ള ഓർഡേഴ്സും ഡയറക്ഷൻസും നൽകിയിരിക്കണം. The kind, nature and number of directives, proclamations and orders issued by chief executive set up the tone of administration. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് അതിന് തങ്ങളുടെ സബോർഡിനേറ്റ്സിനോടോ മറ്റ് യൂണിറ്റ്സിലുള്ളവരോട് അവർ ഡയറക്റ്റ് ചെയ്യുകയും അവരുടെ പ്രൊക്ലമേഷൻ ഓർഡേഴ്സും ഒക്കെ ഉത്തരവൊക്കെ പുറപ്പെടുവിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോൺ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്നിവിടെ പറയുന്നു. അടുത്തത് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് പേഴ്സണൽ. അടുത്തത് എന്താണ്? അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് പേഴ്സണൽ. ഇനി ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് ദ പേഴ്സണൽ. നമുക്കറിയാം ചീഫ് എക്സിക്യൂട്ടീവാണ് പ്രധാനപ്പെട്ട എല്ലാ അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. അതിന് അസിസ്റ്റ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെ മൊത്തം അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. ആൻഡ് ദീസ് അപ്പോയിൻമെൻറ്റ്സ് ഇൻക്ലൂഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അതർ കീ ഓഫീഷ്യൽസ്. ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ തലപ്പത്തുള്ള ആളുകളെ നിയമിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ ഓർഗനൈസേഷൻ്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ചീഫ് എക്സിക്യൂട്ടീവിന് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ടോപ്പ് ലെവലിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് തന്നെയാണ്. ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ കീ അപ്പോയിൻമെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ്. അതിന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയാലും ശരി, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആളുകളെ ടോപ്പ് ലെവലിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു രീതി എല്ലാവരും തന്നെ കാണാൻ പറ്റും. ആൻഡ് ഇൻ ഇന്ത്യ ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ UPSC ചെയർമാൻ, സുപ്രീം കോടതി ജഡ്ജ്, അപ്പോൾ ഓരോന്നങ്ങനെ ഏതെടുത്താലും ടോപ്പ് ലെവൽ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം തന്നത് നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്. ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും അഡ്വൈസിൽ പ്രകാരം പ്രധാനപ്പെട്ട എല്ലാ ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റാണ് അല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ അത് കാണാൻ പറ്റും. ആൻഡ് ഹി ക്യാൻ ഇനിഷ്യേറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ദ പേഴ്സണൽ കൺസിഡേർഡ് ഗിൽറ്റി ഓഫ് ഇനാക്ഷൻ ഓർ ഇൻഎഫിഷ്യൻസി ഓർ കറപ്ഷൻ ഓർ മാൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രമല്ല, അവർ പ്രോപ്പർട്ടി ഫങ്ഷൻ ചെയ്തില്ലെങ്കിലോ, മാൽ പ്രാക്ടീസ് നടത്തിയെങ്കിലോ, അല്ലെങ്കിൽ മാൽ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസിയുടെ പേരിൽ ഇവരെ കറപ്ഷൻ്റെ പേരിൽ ഇവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരവും കൂടി ആർക്കുണ്ട്? നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവിനുണ്ട്. ബട്ട് ഫോർ ദിസ് ഹി ഹാസ് ടു ഫോളോ ദ സെറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് നോംസ്. പക്ഷേ അതിന് കൃത്യമായ നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കറിയാം ജോലിയിൽ കയറുന്ന എല്ലാവരും കൃത്യമായിട്ട് നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് പറ്റും. അഡ്മിനിസ്ട്രേഷനിൽ അതിലെന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ അവർ റിമൂവ് ചെയ്യാനുള്ള അധികാരവും കൂടി ചീഫ് എക്സിക്യൂട്ടീവിനുണ്ട്. അടുത്തത് കോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്. മറ്റൊന്നാണ് കോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഈസ് ടു കോർഡിനേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന് പല തരത്തിലുള്ള പല വിങ്സിൽ ഫങ്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അത് എപ്പോഴും സെപ്പറേഷൻ ഓഫ് പവറാണ് നമ്മളിവിടെ, ഡിവിഷൻ ഓഫ് പവറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. എപ്പോഴും ഒരു ജോലിയെ പലതായിട്ട് വിഭജിച്ച് പലരുടെ കയ്യിൽ കൊടുക്കും, പല സെക്ഷൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ആ സെക്ഷൻസിനെ എല്ലാത്തിനോട് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഫങ്ഷൻസിനെ ഏകോപിപ്പിക്കുന്ന ഉത്തരവാദിത്വം കൂടി ചീഫ് എക്സിക്യൂട്ടീവിനാണുള്ളത്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് യൂണിഫോമിറ്റി, യൂണിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, കോർഡിനേഷൻ ഈസ് നീഡഡ്. അപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ യൂണിഫോമിറ്റി, ഒരു ഐക്യവും അതേപോലെ തന്നെ എഫിഷ്യൻ്റ് യൂണിറ്റിലുള്ളൊരു എഫിഷ്യൻസിയും ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാകണം. ചീഫ് എക്സിക്യൂട്ടീവ് സെറ്റിൽസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ബ്രിങ്സ് ഹാർമണി. ഹി ഈസ് ദ കോർഡിനേറ്റർ ഇൻ ചീഫ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. സോ അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് മറ്റൊരു തലം കൂടിയുണ്ട്. മാക്സിമം കോൺഫ്ലിക്ട്സ് ഒഴിവാക്കുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഓവർലാപ്പിംഗ് ഒഴിവാക്കിക്കൊണ്ട് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ചീഫ് എക്സിക്യൂട്ടീവിനാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കോർഡിനേറ്റർ ഇൻ ചീഫ് എന്ന രീതിയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ കോർഡിനേറ്റർ ഇൻ ചീഫാണ് ശരിക്കും എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. And next one is leadership. So
ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് ദ ലീഡർ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹീ ഈസ് ടു പ്രൊവൈഡ്സ് എഫക്റ്റീവ് ലീഡർഷിപ്പ് ടു. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം എക്സിക്യൂട്ടീവിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ ലീഡറാണ് ചീഫ് എക്സിക്യൂട്ടീവ്. അത് എത്രത്തോളം അത് എഫക്റ്റീവായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്റ്റേറ്റിൻ്റെ റോൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ദ ക്വാളിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിഗർ ആൻഡ് എനർജി വിത്ത് വിച്ച് ഹി ലീഡ്സ്. നമ്മുടെ ഭരണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന് നേതൃത്വത്തിലിരിക്കുന്ന ആളിൻ്റെ എന്താ പറയുക, അതിൻ്റെ എനർജിയിലും അതിൻ്റെ കപ്പാസിറ്റിയും ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഹി മസ്റ്റ് ഹാവ് എ ഹൈ മോറൽ ക്യാരക്ടർ, കപ്പാസിറ്റി ടു ജഡ്ജ്, കപ്പാസിറ്റി ടു ഇൻസ്പയർ, കോൺഫിഡൻസ്, ഡിസിസീവ്നെസ് ആൻഡ് അതർ ക്വാളിറ്റീസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പിന് വേണ്ടുന്ന ലീഡർക്ക് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും അവിടെ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? മോറൽ ക്യാരക്ടർ, വളരെ നല്ല മോറൽ ക്യാരക്ടർ ആയിരിക്കണം. കപ്പാസിറ്റി ടു ജഡ്ജ്, കൃത്യമായി എല്ലാത്തിനും വിലയിരുത്താനുള്ള ഒരു എന്താ പറയുക, വിവേകമുണ്ടാകണം. കപ്പാസിറ്റി ടു ഇൻസ്പയർ, മൊത്തത്തിലുള്ള പേഴ്സണേഴ്സിനെയായാലും ജനങ്ങളെയായാലും ഇൻസ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. കോൺഫിഡൻസ് ഉണ്ടാകണം. അതുപോലെ ഡിസിസീവ്നെസ് ഉണ്ടാവണം. ആൻഡ് അതർ ക്വാളിറ്റീസ് ഓഫ് എല്ലാ തരത്തിലുള്ള ഒരു ലീഡർഷിപ്പിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ആൾക്ക് മാത്രമേ പ്രോപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ആവാൻ പറ്റൂ. സോ ദീസ് ആർ ദ മെയിൻ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ ചീഫ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിക്യൂട്ടീവിനെ കുറിച്ച് എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറയണം, റോൾ എന്താണെന്ന് പറയണം, അതിന് ശേഷം വേരിയസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് പറയണം. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ പറയേണ്ടത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. വേണമെങ്കിൽ ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവ് എസ് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എല്ലാത്തിനെക്കുറിച്ചും ചെറിയ ചെറിയ തരത്തിൽ എഴുതണം. അതല്ല ടൈംസ് മാത്രം വേണമെങ്കിൽ ചോദിക്കാം, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് വേണമെങ്കിൽ മാത്രമായിട്ട് ചോദിക്കാം. എന്ത് തന്നെ ആയാലും നമ്മുടെ ഫുൾ ടോപ്പിക്കിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളത് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.